ഉത്സവത്തിന് കൊടിയേറിയതോടെ കനലണയാതെ ഗുരുവായൂരിലെ കലവറ. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൽ പ്രസാദഊട്ടിനും പകർച്ചയ്ക്കുമായി ഏകദേശം 3 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ഗുരുവായൂർ ഉത്സവ നാളുകളിൽ ദേശത്ത് ആരും പട്ടിണി കിടക്കരുത് എന്നാണ് പ്രമാണം. ഓരോ വർഷം ചെല്ലുന്തോറും പ്രസാദഊട്ടിനും പകർച്ച വാങ്ങാനെത്തുന്നവരുടെ എണ്ണവും ഏറുകയാണ്. രാവിലെ കഞ്ഞി, മുതിര, ഇടിച്ചക്ക പുഴുക്ക്, പപ്പടം, നാളികേരപ്പൂൾ, ശർക്കരപ്പൊടി എന്നിവയാണ് വിളമ്പുക. ഒരേ സമയം 1000-ലധികം പേർക്ക് കഴിക്കാവുന്ന രീതിയിലാണ് പന്തൽ ഒരുക്കിയിട്ടുള്ളത്. വൈകിട്ട് ചോറ്, രസക്കാളൻ, ഓലൻ, പപ്പടം എന്നിവയാണ് വിളമ്പുക. പ്രസാദഊട്ടിന് വരി നിൽക്കുന്ന മുഴുവൻ പേർക്കും നൽകുന്നതുവരെ ഭക്ഷണ വിതരണം തുടരും. വിഭവങ്ങൾ ഒരുക്കാൻ അരി, ഇടിച്ചക്ക, മുതിര, മത്തൻ, കുമ്പളങ്ങ, ചേന, വെള്ളരി തുടങ്ങിയവ കലവറയിൽ ശേഖരിച്ചിട്ടുണ്ട്. പകലും രാത്രിയും ഇടവേളകളില്ലാതെ നിരവധി പേർ വിഭവങ്ങൾ ഒരുക്കാൻ അണിയറയിലുണ്ടാകും. 10 ദിവസത്തെ ഉത്സവം കഴിയുമ്പോൾ 5 ലക്ഷത്തോളം പേർ പ്രസാദഊട്ടിന്റെ ഭാഗമായിട്ടുണ്ടാകും. ഉത്സവത്തിന്റെ മുഖ്യ ആകർഷണമാണ് പ്രസാദഊട്ട്. ഉത്സവ നാളുകളിൽ ഊട്ടിന്റെ ഭാഗമാവുക എന്നത് ഭക്തരെ സംബന്ധിച്ച് പ്രധാനമാണ്. 2,97,53,023 രൂപയാണ് ഇത്തവണ പ്രസാദഊട്ടിനും പകർച്ചയ്ക്കുമായി ദേവസ്വം വകയിരുത്തിയിട്ടുള്ളത്.